സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത അവലോകന യോഗം കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ട എന്നാണ് വിലയിരുത്തൽ. ആശുപത്രികളിൽ മതിയായ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും രോഗികളും ജീവനക്കാരും മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും നിർദ്ദേശിച്ചു. രോഗലക്ഷണങ്ങളുള്ളവരിൽ മാത്രം കോവിഡ് പരിശോധന നടത്തിയാൽ മതിയെന്നും യോഗം വിലയിരുത്തി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗം വിലയിരുത്തിയത്. സംസ്ഥാനത്ത് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കും. ആരോഗ്യവകുപ്പും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പും ഏകോപന പ്രവർത്തനങ്ങൾ നടത്തും. ആശുപത്രികളിൽ പ്രത്യേക സൗകര്യമൊരുക്കും. ഗുരുതരമല്ലാത്ത കോവിഡ് രോഗികളെ മെഡിക്കൽ കോളേജിൽ റഫർ ചെയ്യാതെ ജില്ലകളിൽ തന്നെ ചികിത്സിപ്പിക്കണം. ഇതിനായി നിശ്ചിത കിടക്കകൾ കോവിഡിനായി ജില്ലകൾ മാറ്റിവെക്കണം. ഓക്സിജൻ കിടക്കകൾ, ICU, വെന്റിലേറ്റർ എന്നിവ നിലവിലുള്ള പ്ലാൻ A-B അനുസരിച്ച് ഉറപ്പുവരുത്തണം. ഡയാലിസിസ് രോഗികൾക്ക് കോവിഡ് ബാധിച്ചാൽ ഡയാലിസിസ് മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. കോവിഡ് രോഗലക്ഷണമുള്ളവർക്ക് മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നാണ് യോഗം വിലയിരുത്തിയത്. ഗുരുതര രോഗമുള്ളവർ, പ്രായമായവർ, ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന നൽകണം. കോവിഡ് പോസിറ്റീവായാൽ ചികിത്സിക്കുന്ന ആശുപത്രികളിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണം. ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിലെത്തുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കണം. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും യോഗം നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.